ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ഭക്തിയോടെ ആഘോഷിക്കുന്ന ദിവസമാണ് ഡിസംബർ 8. 1991 തെക്കേ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലെ ഫിൻഗ ബെഥാനിയ എന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ അർദ്ധരാത്രിയിൽ തിരുനാൾ കുർബാന നടക്കുകയായിരുന്നു. വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ നിരവധി പേർ അവിടെ ഒത്തുകൂടി. അന്നേ ദിവസം ദിവ്യബലിയർപ്പിച്ചത് ഓട്ടിയോസ അരിസ്റ്റിസ് സബാൽ എന്ന വൈദികനായിരുന്നു. ദിവ്യകാരുണ്യ കൂദാശയുടെ പ്രധാന ഭാഗമെത്തിയപ്പോൾ വൈദികൻ തിരുവോസ്തിയെടുത്ത് ആശീർവദിച്ച് ഇതിൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് വലിയ തിരുവോസ്തി 4 ഭാഗിക്കുകയും അതിലൊന്ന് സ്വീകരിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവ പീലാസയിൽ തന്നെ വച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ വൈദികൻ പീലാസയിലേക്ക് നോക്കിയപ്പോൾ തിരുവോസ്തിയുടെ ഒരു ഭാഗത്ത് ചുവന്നൊരു പാട്, കൂടാതെ ആ തിരുവോസ്തിയിൽ നിന്ന് രക്തം പോലെയുള്ള ഒരു ദ്രാവകം വരാനും തുടങ്ങി. ഇതെല്ലാം കണ്ട് അമ്പരന്ന വൈദികൻ രക്തമൊഴുകുന്ന തിരുവോസ്തി സുരക്ഷിതമായി സങ്കീർത്തിയിൽ സൂക്ഷിച്ചു. പിറ്റേന്ന് രാവിലെ 6 മണിക്ക് വൈദികൻ തിരുവോസ്തി എടുത്തു നോക്കി. അപ്പോഴും അതിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. 3 ദിവസം ഇത് തുടർന്നു. ഈ അസാധാരണ സംഭവം ലോസ് ഡെക്കേസിലെ ബിഷപ്പായിരുന്ന പിയോബെല്ലോ റിക്കാർഡോയെ അറിയിച്ചു. ബിഷപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഈ അത്ഭുത തിരുവോസ്തി കാരക്കാസിലെ ലബോറട്ടറിയിൽ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചു. ഈ പരിശോധന ഫലങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി. തിരുവോസ്തിയിൽ കണ്ട ചുവന്ന ദ്രാവകം യഥാർത്ഥ മനുഷ്യരക്തമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. കൂടാതെ രക്തഗ്രൂപ്പ് AB പോസിറ്റീവാണെന്നും കണ്ടെത്തി. ഈ രക്തം ഒരു ജീവനുള്ള ഹൃദയപേശികളിൽ നിന്നുള്ളതാണെന്ന് ശാസ്ത്രജ്ഞന്മാർ സ്ഥിരീകരിച്ചു. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം ബിഷപ്പ് പിയോബെല്ലോ ഈ അത്ഭുതത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി. ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന വ്യക്തമായ അടയാളമായാണ് സഭ ഇതിനെ കാണുന്നത്. ഇന്ന് ഈ അത്ഭുത തിരുവോസ്തി വെനസ്വേലയിലെ ലോസ് ഡെക്കേസിലുള്ള അഗസ്റ്റീനിയൻ റിക്ലറ്റ് സന്യാസിനി മഠത്തിൽ വിശ്വാസികൾക്ക് വണങ്ങാനായി സൂക്ഷിച്ചിരിക്കുന്നു. 1998 ഡാനിയൽ ജെ സാൻഫോർഡ് എന്ന തീർത്ഥാടകൻ ആരാധനയ്ക്കിടെ ഈ തിരുവോസ്തിയിൽ നിന്ന് തീനാളങ്ങൾ ജ്വലിക്കുന്നതായും ഹൃദയം തുടിക്കുന്നത് പോലെയും കണ്ടു. അദ്ദേഹം ഉടൻ തന്നെ ഈ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തിയത് ഈ അത്ഭുതത്തിൻ്റെ മഹത്വം ലോകമെമ്പാടും എത്തിക്കാൻ കാരണമായി. ഈ ദിവ്യകാരുണ്യ അത്ഭുതം അപ്പത്തിൻ്റെ രൂപത്തിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരം, രക്തം, ആത്മാവ്, ദൈവത്വം എന്നിവയിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുന്ന ഒരു നിത്യമായ അടയാളമായി നിലകൊള്ളുന്നു.